നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചിത്രം തെളിയുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ 2 ദിവസത്തിനകം പ്രഖ്യാപിക്കും. നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസിനുള്ളിലെ തർക്കങ്ങൾ കോൺഗ്രസിനെ പ്രതി UDF-നെ തന്നെ പ്രതിസന്ധിയിലാക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ കെ.ടി. സ്വാലിഹ് ചേരുകയാണ്. സ്വാലിഹ്, ഇന്ന് കണ്ട ഏറ്റവും രസകരമായ ഒരു കാഴ്ച PV അൻവറിന്റെ വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. അതായത് കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുന്നു എന്ന് പറഞ്ഞ PV അൻവർ ആ UDF-മായി ചേർന്ന് കൂട്ടിച്ചേർന്ന് LDF-നെ ചതിച്ചു കൊണ്ടുപോയ PV അൻവർ, അവിടെ PV അൻവർ എങ്ങനെയായി തീരുന്നു എന്നുള്ളത് രാവിലെ അൻവറിന്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അൻവർ ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ UDF-നെ സംബന്ധിച്ച് വല്ലാത്ത പ്രതിസന്ധികൾ, പുതിയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികൾ, സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ, നേരത്തെ പല വെട്ടിനിരത്തുകൾക്കും പലരെയും വെട്ടിയതിലും ഒതുക്കിയതിലും ആര്യാടൻ ഷൗക്കത്തിനുള്ള പങ്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഒപ്പം ലീഗ് നേതാക്കൾക്കെതിരെ ആര്യാടൻ ഷൗക്കത്ത് നടത്തിയ പ്രസ്താവനകൾ അടക്കം ഇപ്പോൾ മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട്. എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം പുരോഗമിക്കുന്നത്? നാളെ 2 ദിവസത്തിനകം 30-ാം തീയതിക്ക് മുൻപ് തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് അല്പം മുമ്പ് MV ഗോവിന്ദൻ മാസ്റ്റർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തത്. ആ തെരഞ്ഞെടുപ്പ് ചിത്രം എങ്ങനെയാണ് നിലമ്പൂരിലെ? ഇടതുമുന്നണി അത് പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. വിവിധ ചുമതലകൾ, ഓരോ പഞ്ചായത്തുകളുടെയും ബൂത്തുകളുടെയും ഒക്കെ ചുമതലകൾ നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ വിവിധ യോഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ചുമതലയുള്ളവരുടെ യോഗങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകം തന്നെ ഉണ്ടാകും എന്നാണ് കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നത്. ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള M. സ്വരാജിന്റെ നേതൃത്വത്തിലാണ് അവലോകന യോഗങ്ങളെല്ലാം പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നിലമ്പൂർ AC ഓഫീസിലാണ്. ഇവിടെ CPIM മലപ്പുറം ജില്ലാ കമ്മിറ്റി അല്പസമയത്തിനകം ചേരുന്നതിനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഇന്ന് രാവിലെ ചുങ്കത്തറയിലായിരുന്നു പര്യടനം നടത്തിയത്. അതിനുശേഷം കോഴിക്കോട്ടേക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കാണുന്നതിനായി പുറപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UDF-ൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇക്കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വരാത്തത് UDF-ൽ വലിയൊരു ആശങ്ക ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. അൻവർ ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴെങ്കിലും പിന്തുണയുണ്ടാകുമോ അതോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അതെങ്കിലും UDF നേതൃത്വം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. VD സതീശനെതിരെയും സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുകയും അതേസമയം KC വേണുഗോപാലിലാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞ് UDF-ന്റെ ഭാഗമാവുന്നതുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഇടപെടലുകൾ കോൺഗ്രസിൽ വലിയ അസ്വസ്ഥത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നത് പോലെ ഇപ്പോഴും അത് തുടരുകയാണ്. അതോടൊപ്പം അന്തരിച്ച VV പ്രകാശിൻ്റെ കുടുംബത്തിൻ്റെ അതൃപ്തിയൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ വെല്ലുവിളിയാകുമെന്ന ഒരാശങ്ക UDF നേതൃത്വത്തിനുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇന്നും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വൈകുന്നേരത്തോടെ KC വേണുഗോപാലും മണ്ഡലത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിജു.